പ്രൈസ് ലോർഡ്. ഹാലേലുയ, ഹാലേലുയ. യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് ലോകരാജ്യങ്ങളിലെ എല്ലാ ദൈവമക്കൾക്കുള്ള സ്പിരിച്വൽ വചന സന്ദേശം, വിശുദ്ധ ഗ്രന്ഥം ഹെബ്രായർ 4:12 തിരുവചനം. ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ മക്കൾക്കും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗസൗഖ്യം, അതുപോലെ തന്നെ കുടുംബ സമാധാനമില്ലായ്മ, അതുപോലെ പല ബന്ധനങ്ങളും കെട്ടുകളും അസ്വസ്ഥതകളും ഒക്കെ ഉള്ള മക്കളുടെ കെട്ടുകൾ അഴിയാനുള്ള ഒരു സ്പിരിച്വൽ വചനമാണ് ഈ വചനം. നിങ്ങൾ എല്ലാ ദിവസവും 33 തവണ ചൊല്ലിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. ഒരുപാട് മക്കളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ച തിരുവചനമാണ് ഈ തിരുവചനം. ബ്രദറിന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് മക്കൾക്ക് തമ്പുരാൻ കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സൃഷ്ടിച്ച വചനമാണ് ഹെബ്രായർ 4:12. വചനം ഇപ്രകാരം സംസാരിക്കുന്നു: ദൈവത്തിന്റെ വചനം സജീവ ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എന്ന ഈ തിരുവചനം നിങ്ങൾ പറ്റുമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് എല്ലാ ദിവസവും ഒന്ന് വായിച്ച് ധ്യാനിക്കുക. അതുപോലെ തന്നെ ഈ വചനം നിങ്ങളുടെ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളോട് ഈ വചനം കൊടുത്ത് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പറയുക. രോഗമേഖലകളിൽ ഉള്ള മക്കൾ, ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്ന മക്കൾ, ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾ, കടബാധ്യതയിലുള്ള മക്കൾക്ക് എല്ലാവർക്കും ഈ വചനം നിങ്ങൾക്ക് 1000 തവണയൊക്കെ എഴുതി പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു വിടുതൽ, ഇതൊരു റിയാലിറ്റിയാണ്. ബ്രദർ വെറുതെ ഒരു സന്ദേശം ഇടുന്നതല്ല. നിങ്ങൾ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ വചനത്തിന് വില കൊടുത്താൽ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഈ വചനം നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തരുന്നതായിരിക്കും. നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി വചനം സ്വീകരിക്കുക. അതുപോലെ വചനം പൂർണ്ണ വിശ്വാസത്തോടുകൂടി എഴുതിയിട്ടും ചൊല്ലിയിട്ടും പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്കുക. വലിയൊരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ തമ്പുരാൻ കർത്താവ് പ്രവർത്തിച്ച് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഈ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ അവരും ദൈവത്തിൻ്റെ വചനത്തിൽ ആഴത്തിൽ വളരുവാൻ വേണ്ടിയിട്ടും ദൈവത്തിൻ്റെ കൃപയിലായിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക. നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. തമ്പുരാൻ്റെ ആ തിരുവചനത്തിന് നമ്മൾക്ക് ദൈവമായ കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവിന് സ്തുതിയും ആരാധനയും മഹത്വം രേഖപ്പെടുത്താം. ദൈവം തന്നിരിക്കുന്ന കൃപയിലാണ് ബ്രദറെ ശുശ്രൂഷ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ വചന സന്ദേശം തരുന്നതും. അതിന് ദൈവത്തോട് നന്ദി പറയാം. അതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാൻ ഏറ്റെടുത്ത് നടത്തി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഹെബ്രായർ 4:12 ഈ വചനം 1000 തവണയൊക്കെ എഴുതി പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം. പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാ മക്കൾക്കും വ്യാപരിക്കട്ടെ. യേശുവേ ആരാധന, യേശുവേ